ഹായ് ഓൾ എക്സാം പോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്റ്റിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ഡിസൈനിങ് യൂസിങ് HTML ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി നോട്ട്സും മറ്റു കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എക്സാം പോയിൻ്റ് എന്ന് പറഞ്ഞ ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും എക്സാം പോയിൻ്റ് എന്ന് പറഞ്ഞ ഗൈഡ് നോക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൽ നല്ലൊരു സ്കോർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 4ാമത്തെ ചാപ്റ്റർ നമ്മൾ വെബ് ടെക്നോളജിയാണ് പഠിച്ചത്. ആ ചാപ്റ്ററിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനെന്താണ് നമ്മൾ എന്ത് പഠിച്ചു, എങ്ങനെ വെബ് പേജ് ഉണ്ടാക്കാം, അല്ലെ HTML കുറിച്ച് പഠിച്ചു. HTML എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനകത്ത് കുറേ ടാഗുകളും കുറേ കോഡുകളൊക്കെ നമ്മൾ പഠിച്ചു. ഈ ഒരു ചാപ്റ്റർ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ HTML ടാഗ്സും മറ്റു കാര്യങ്ങളും യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് പല ലിസ്റ്റുകൾ ഉണ്ടാക്കാം, ഫോംസ് ഉണ്ടാക്കാം, ഫ്രെയിം ഉണ്ടാക്കാം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിസ്റ്റാണ്. അപ്പോൾ നോക്കാം, ലിസ്റ്റ് ഇൻ HTML. അപ്പോൾ ലിസ്റ്റ് ഇൻ HTML എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് എന്താണ്, ഇപ്പോൾ കുറേ പേപ്പർ നമ്മൾ എഴുതിയ പേരുകളുടെ ലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ കടയിൽ പോകുന്ന ലിസ്റ്റ്, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്, ലിസ്റ്റുകളാണ്. അപ്പം നമുക്ക് നോക്കാം, ലിസ്റ്റ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് വി ആർ ദ ഫെമിലിയർ വിത്ത് നമ്പർ ലിസ്റ്റ് ആൻഡ് ബുള്ളറ്റഡ് ലിസ്റ്റ്. അല്ലെ, നമുക്ക് ലിസ്റ്റ് പല ടൈപ്പ് ഉണ്ട്. നമ്പർ എഴുതി 1 2 3 എന്ന് എഴുതിയിട്ടുള്ള ലിസ്റ്റുകളുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ബുള്ളറ്റിൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട ലിസ്റ്റുകൾ, അല്ലേ, ഇങ്ങനെ പല ടൈപ്പ് ലിസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ HTML എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലിസ്റ്റുകൾ സംഭവം നമ്മളൊരു HTML ഓഫേഴ്സ് സെവറൽ മെക്കാനിസം ഫോർ സ്പെസിഫൈങ് ദ ലിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ഈ HTML എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ് പല രീതിയിലുള്ള ലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, പ്രധാനമായിട്ടും ലിസ്റ്റ് കണ്ടെയ്ൻ എന്താണ്, അതിൻ്റെ അകത്ത് എന്തുണ്ടാകും, കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. പ്രധാനമായിട്ടും ഈ ലിസ്റ്റുകൾ നമ്മൾ 3ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അൺഓർഡർഡ് ലിസ്റ്റ്, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ്, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ 3 ലിസ്റ്റുകളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് എന്താണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസ്റ്റുകൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് എന്ത്, അൺഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട് അൺഓർഡേർഡ്. കാരണം അതെന്തായിരിക്കില്ല, ഒരു പ്രത്യേകമായിട്ട് ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ഇഷ്ടമുള്ള പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അൺഓർഡേർഡ് ലിസ്റ്റ് ഓർ ബുള്ളറ്റഡ് ലിസ്റ്റ്. അൺഓർഡർഡ് ലിസ്റ്റിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ബുള്ളറ്റഡ് ലിസ്റ്റ്. ഡിസ്പ്ലേ ബുള്ളറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് ഐറ്റം ഇൻ ദ ലിസ്റ്റ്. കാരണം നമ്മൾ എന്ത് ചെയ്യും, ആ ഓരോ ഐറ്റത്തിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും, ബുള്ളറ്റിനായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആപ്പിൾ, അല്ലേ, അതേപോലത്തെ അടുത്ത ഡോട്ട് ഇട്ട് ഞാൻ എന്ത് ചെയ്തു, മാംഗോ, അല്ലെ, ഇങ്ങനെ എഴുതുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യേകമായിട്ട് ഓർഡറോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല. ബുള്ളറ്റിനുള്ളിലായിരിക്കും നമ്മൾ എന്തുണ്ടാവുന്നത്, ലിസ്റ്റുകൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതിനെയാണ് നമ്മൾ അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺഓർഡർഡ് ലിസ്റ്റ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ UL എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, അൺഓർഡർഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അൺഓർഡർഡ്, കാരണം അണ്ണ് വെച്ചാൽ യു ആണെന്ത്, അതിനകത്ത് അൺഓർഡർഡ്, ദെൻ L എന്ന് പറയുന്നത് എന്താണ്, ലിസ്റ്റ് ആണ്. അപ്പോൾ ഇതൊരു കണ്ടെയ്നർ ടാഗാണ്, ഓപ്പണിംഗ് ഉണ്ട് ക്ലോസിംഗ് ഉണ്ട്. അപ്പോൾ ഈ അൺഓർഡർഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്, UL എന്ന് പറയുന്ന ടാഗാണ്. ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഐറ്റംസ് ആഡ് ചെയ്യണം. ഈ ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത്, LI എന്ന് പറയുന്ന ടാഗ്, ലിസ്റ്റ് ഐറ്റം, അല്ലെങ്കിൽ നമ്മൾ എന്താ LI എന്ന് പറയുന്ന ലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് മാത്രമല്ല, കാരണം നമുക്ക് എന്ത് ചെയ്യാം, വേറെ കാരണം ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പാണ്. അൺനോൺ ലിസ്റ്റിൽ പറയുന്ന മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ടൈപ്പാണ്. ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റിനായിട്ടാണ് നമുക്ക് വരുന്നത്, ഡിഫോൾട്ടായിട്ട് ബുള്ളറ്റിൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകമായ ഡിസ്ക് ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ടൈപ്പ് സീക്വൽ എന്ത് കൊടുക്കണം, സ്ക്വയർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബുള്ളറ്റിന് പകരം അവിടെ എന്ത് വരും, സ്ക്വയർന്ന് വരും. ഇപ്പോൾ നമ്മൾ ഡിസ്ക് ഷേപ്പാണ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഡിസ്ക് ഷേപ്പിൽ വരും. സർക്കിൾ ആണെങ്കിൽ എന്ത് വരും, സർക്കിൾ ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യും, കാണിക്കും. അങ്ങനെ നമ്മൾ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബുള്ളറ്റിന് പകരം വേറെ പല ഷേപ്പുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അൺഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു ഓർഡർ അല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഐറ്റംസിനെ അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത്, അൺഓർഡർ ലിസ്റ്റ്. ഈ അൺഓർഡർ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, UL എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് എന്താണ്, LI എന്ന് പറയുന്ന ടാഗാണ്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. അൺഓർഡർ ലിസ്റ്റിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാം, HTML കോഡ് എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, HTML, ദെൻ ഹെഡ് ടാഗ് കൊടുക്കണം. അതിനുശേഷം ടൈറ്റിൽ ഞാൻ എന്ത് കൊടുത്തു, അൺഓർഡർ ലിസ്റ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ബോഡിയുടെ ഉള്ളിലാണ് നമ്മൾ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എന്തിൻ്റെ ഉള്ളിലാണ്, ബോഡിയുടെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമ്മളൊരു ആട്രിബ്യൂട്ട് കൊടുത്ത് BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കാം, അല്ലെങ്കിൽ അതിന് കോഡ് കൊടുക്കാം. നമ്മൾ കൊടുത്തു. അതിനുശേഷം സെൻറ്റർ ടാഗ് H2, ദെൻ അൺഓർഡർഡ് ലിസ്റ്റ്. ഈ സെൻറ്റർ ടാഗ് എന്ന് പറയുന്നത് എന്താ,
ആ വിൻഡോയുടെ സെൻറ്റർ പൊസിഷനിൽ എന്ത് വരണം, ഈ ഹെഡിങ് കാണിക്കണം. അതിന് വേണ്ടിയാണ് എന്ത് കൊടുത്തത്, സെൻറ്റർ ടാഗ് കൊടുത്തത്. അതിനുശേഷം നമ്മൾ H2 എന്ന് പറയുന്നത് എന്താ, ആ ഹെഡിങ്ങിൻ്റെ സൈസ്. കാരണം H1 ആണ് ഏറ്റവും വലിയ സൈസ്, ദെൻ H2 അതിന് തൊട്ട്, ദെൻ H6 ആണ് ഏറ്റവും ചെറുത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി 4ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതിനുശേഷം സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്തു. അതിന് താഴെ ഈ ഒരു അൺനോട്ട് ലിസ്റ്റിന് താഴെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനൊരു സെൻറ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ടൈപ്പ് അതിൻ്റെ അകത്ത് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, UL എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തു. ഇവിടെ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്, അൺനോട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. ഈ അൺനോട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, LI എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്ത് എന്ത് ചെയ്യും, ഓരോ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നോക്കിക്കേ, ആദ്യം നമ്മൾ റാം ആഡ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, ഹാർഡ് ഡിസ്ക്, ദെൻ മദർ ബോർഡ്, പ്രൊസസ്സർ. ഇനി നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, LI എന്ന് പറയുന്ന ടാഗ് എന്ത് ചെയ്യുക, കൊടുക്കുക. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമുക്കിപ്പം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനൊരു ഐറ്റം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. എത്ര ഐറ്റം വേണമെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ ആഡ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുപോകാം. അതിനുശേഷം എല്ലാ ഐറ്റംസും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, UL ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യുക, ദെൻ ബോഡി ക്ലോസ് ചെയ്യുക, HTML നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ നമുക്ക് നോട്ട് പാഡിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ നോട്ട് പാഡ് എടുത്തു. നോട്ട് പാഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, നേരത്തെ കാണിച്ച അൺനോട്ട് ലിസ്റ്റിൻ്റെ പ്രോഗ്രാം ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഫയലിൽ പോവാം. ഫയലിൽ പോയിട്ട് സേവ് ആസോ എടുക്കാം. സേവ് ആസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡെസ്ക്ടോപ്പിൽ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡെസ്ക്ടോപ്പ് ആയതുകൊണ്ട് ഡെസ്ക്ടോപ്പിൽ ഞാൻ എന്ത് ചെയ്തു, സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാം. അപ്പോൾ എങ്ങനെ സേവ് ചെയ്യുന്നത് വെച്ചാൽ അൺനോട്ട് ലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, UL.HTML എന്ന് ഞാൻ എന്ത് ചെയ്തു, സേവ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ .HTML എന്ന് കൊടുക്കണം. നമ്മളിപ്പം അത് അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, പ്രോഗ്രാം റൺ ചെയ്യില്ല. ഞാൻ എന്ത് ചെയ്തു, UL എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് കാണിച്ചു, UL എന്ന് കാണിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡെസ്ക്ടോപ്പ് പോകാം. നമ്മൾ ഡെസ്ക്ടോപ്പിലാണല്ലോ സേവ് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പിൽ പോവാം. ഡെസ്ക്ടോപ്പിൽ ഇവിടെ കണ്ട് ഇങ്ങനെ ഒരു ഐക്കൺ കാണിക്കും, UL എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ്, ഈ ഒരു ബ്രൗസറിൻ്റെ ഐക്കൺ കാണിക്കും. അത് എന്ത് ചെയ്യുക, നമ്മൾ ഡബിൾ ക്ലിക്ക് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത സംഭവങ്ങൾ അവിടെ കാണിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻറ്ററിൽ ആദ്യം എന്ത് ചെയ്യൂ, H2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ സെൻറ്ററിൽ കറക്റ്റായിട്ട് എന്ത് വന്നു, അൺനോട്ട് ലിസ്റ്റ് എന്ന് വന്നു. അതിന് താഴെ എന്താണോ കൊടുത്തത് അത് അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. പിന്നെ അതിന് ശേഷം അൺനോട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 4 ഐറ്റംസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ് അങ്ങനെ ഇവിടെ കാണിച്ചു. അപ്പോൾ നമ്മളൊരു ബുള്ളറ്റിനാണ് വന്നത്. നമുക്കിപ്പോൾ ടൈപ്പ് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്താണ്, നമുക്ക് ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിപ്പം ഇവിടെ ബുള്ളറ്റിനാണ് ടൈപ്പ് സീക്രട്ട് സ്ക്വയർ ആണെങ്കിൽ അവിടെ എന്ത് കൊടുക്കും, സ്ക്വയർ ഷേപ്പിൽ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അൺനോട്ട് ലിസ്റ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അൺനോട്ട് ലിസ്റ്റ് പറഞ്ഞു, അൺനോട്ട് ലിസ്റ്റിൻ്റെ പ്രോഗ്രാമൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമ്മൾ അടുത്ത 2ാമത്തെ ലിസ്റ്റാണ് പറയാൻ വേണ്ടി പോകുന്നത്, ഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്തിന് ആ പേരിൽ തന്നെ ഉണ്ട് ഓർഡർ അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക, ഓർഡർ ആക്കി നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ, പ്രസൻറ്റ് ഐറ്റം സം ന്യൂമറിക്കൽ ഓർ ആൽഫബറ്റിക്കൽ ഓർഡർ. നമ്മൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലോ അല്ലെങ്കിൽ ന്യൂമറിക്കൽ നമ്പേഴ്സ് 1, 2, 3 നമ്മൾ എന്ത് ചെയ്യാണ്, കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, OL എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ എന്താ, UL ആണ്, അത് അൺഓർഡർഡ് ലിസ്റ്റ്. ഇവിടെ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്, OL എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, അതിൻ്റെ അകത്തേക്ക് ഐറ്റംസ് നമ്മൾ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, LI. ഞാൻ നേരത്തെ പറഞ്ഞത് സെയിം തന്നെയാണ്, LI ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓർഡേർഡ് ലിസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, നമ്പേർഡ് ലിസ്റ്റ് എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓർഡേർഡ് ലിസ്റ്റിനെ വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഐറ്റംസ് എന്ത് ചെയ്യും, ന്യൂമറിക്കലോ ആൽഫബറ്റിക്കലോ ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ കാണിക്കുന്നതാണ് ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടാഗ് ഏതാണ്, OL എന്ന് പറഞ്ഞ ടാഗാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ടാഗ് എന്താണ്, LI എന്ന് പറയുന്ന ടാഗാണ്. ഈ ഓർഡേർഡ് ലിസ്റ്റിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, നമ്പേർഡ് ലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഓർഡർ ലിസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടി എന്താണ് ചെയ്യുന്നത്, എന്താ, നമ്മൾ ഒരു പ്രത്യേക ഓർഡറിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 1, 2, 3 അല്ലെങ്കിൽ എന്താ ABC ഇങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഓർഡർ ലിസ്റ്റിൽ കാണിച്ച പ്രോഗ്രാം ഞാൻ എന്ത് ചെയ്തു, നേരത്തെ കാണിച്ച പോലെ തന്നെ നോട്ട് പാഡിൽ എന്ത് ചെയ്തു, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്താ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. എന്ത് ചെയ്യാം, ഫയലിൽ പോയിട്ട് സേവ് ആസിൽ എന്ത് ചെയ്തു, നമുക്ക് പേര് കൊടുക്കണം. പേര് കൊടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് HTML പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം,
HTML നമ്മൾ കൊടുക്കണം. ആ ഒരു എക്സ്റ്റൻഷൻ കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, OL ഡോട്ട് എന്ത് കൊടുത്തു, HTML എന്ന് ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഡെസ്ക്ടോപ്പിൽ എന്ത് വരും, ആ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിൻ്റെ ഒരു സിമ്പിൾ കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കാണിച്ചേ, ഇവിടെ കണ്ടോ, OL എന്ന് കണ്ടോ നിങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓപ്പൺ ചെയ്യാം. അവിടെ കണ്ടോ, നമ്മൾ ഓൾറെഡി നമ്മൾ ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ടൈപ്പ് കൊടുക്കാതെ തന്നെ എന്ത് വന്നു, 1 2 3 4 ഡിഫോൾട്ടായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ലിസ്റ്റ് സെൻറ്ററിൽ വന്നു. അതിനുശേഷം എന്താണ് 1 2 3 4 5 അല്ലേ, നമ്മൾ ടൈപ്പ് ഒന്നും കൊടുത്തിട്ട്, നേരത്തെ പറഞ്ഞു ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഡിഫോൾട്ടായിട്ട് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഓർഡർ ലിസ്റ്റിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ അൺഓർഡർ പഠിച്ചു. മൂന്നാമത്തെ ലിസ്റ്റാണ് എന്ത്, ഡെഫിനിഷൻ ലിസ്റ്റ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ഏത് ഐറ്റം ആണോ കൊടുക്കുന്നത് അതിൻ്റെ ഡെഫിനിഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും. അങ്ങനെയുള്ള ലിസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡെഫിനിഷൻസ്. കാരണം നമ്മൾ എന്ത് ടേം ആണോ കൊടുക്കുന്നത് അതിൻ്റെ എന്തും കൂടെ ഉണ്ടാവും, ഡെഫിനിഷൻസും കൂടെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനും കൂടെ ഉള്ള ലിസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ടേം കൊടുത്തു. ആ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്താ, ടെക്സ്റ്റ് ഈസ് ടിപ്പിക്കലി ഇൻറ്റൻഡ് വിത്ത് ദ റെസ്പെക്ട് ടു ദ ടേം. കാരണം ആ ഒരു ടേമിൻ്റെ കുറിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അപ്പോൾ നോ ബുള്ളറ്റ് സിമ്പിൾ ഓർ നമ്പർ ഈസ് പ്രൊവൈഡ് ഫോർ ദ ഐറ്റംസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് കൊടുക്കുന്നില്ല, നമ്പറോ ബുള്ളറ്റ് അങ്ങനെ ഒന്നും നമ്മൾ എന്തിൽ കൊടുക്കുന്നില്ല, ഈ ഓരോ ഐറ്റംസിനും നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ്, ബുള്ളറ്റ് സിമ്പിൾ ഓർ നമ്പർ ഈസ് പ്രൊവൈഡ് ഫോർ ദ ഇറ്റ്സ് ഐറ്റംസ്. ഈ ഓരോ ഐറ്റംസ് നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, നമ്പറോ ബുള്ളറ്റോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ ഡെഫിനിഷൻ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, DL എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞത് ഓർത്ത് വെക്കുക, അൺഓർഡർഡ് ആകുമ്പോൾ നമ്മൾ എന്താണ്, UL ആണ്. അതേപോലെ ഓർഡർഡ് ആകുമ്പോൾ എന്താണ്, OL ആണ്. അപ്പം ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, DL എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഓരോ ടേം നമ്മൾ എന്താ, DT എന്ന് പറഞ്ഞ ടാഗ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. DT എന്ന് പറഞ്ഞ ടാഗ് എന്താ, ഡെഫിനിഷൻ ടേം ആണ്. നമ്മളിപ്പോൾ എന്ത് ടേമാണോ കൊടുക്കുന്നത് ആ ടേം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഐറ്റം കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, DT എന്ന് പറയും. നമ്മൾ നേരത്തെ രണ്ടെണ്ണത്തിൽ പഠിച്ച LI എന്ന് പറഞ്ഞ ടാഗാണ് പഠിച്ചത്. പക്ഷേ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈച്ച് ടേം ഇൻ ദ ലിസ്റ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് DT. നമ്മൾ ആ ലിസ്റ്റിൽ കൊടുക്കുന്ന ടേമിന് അല്ലെങ്കിൽ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, DT എന്ന് പറഞ്ഞ ടാഗ്. ഡെഫിനിഷൻ ടേം ആണ്. ഇതിനെന്താണ്, DD എന്ന് പറഞ്ഞ പുതിയൊരു ടാഗ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ ടേം അല്ലേ, ഡെഫിനിഷൻ ഓഫ് ദ ടേം അല്ലേ, നമുക്ക് ആ ഒരു ടേമിൻ്റെ ഡെഫിനിഷൻ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, DD എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പ്യൂട്ടർ ആണ് DT കൊടുത്തിട്ടുണ്ടെങ്കിൽ DD എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കമ്പ്യൂട്ടറിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ കാണിക്കുക. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായി. എന്ന് വെച്ചാൽ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ കൊടുക്കുന്ന ഓരോ ഐറ്റത്തിനും എന്ത് ചെയ്യുക, നമ്മൾ അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് ഡെഫിനിഷൻ കൊടുക്കുന്നതാണ് എന്ത്, ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, DL എന്ന് പറയുന്ന ടാഗ്. അതിന് ടേം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, DT. അതിന് ഡെഫിനിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടാഗാണ് എന്ത്, DD എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. ഡെഫിനിഷൻ ലിസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ HTML കൊടുത്തു, ഹെഡ് ടൈറ്റിൽ കൊടുത്തു, ഡെഫിനിഷൻ ലിസ്റ്റ് കൊടുത്തു, ദെൻ ബോഡി കളർ കൊടുത്തു, അതിൻ്റെ എന്താണ് റൈറ്റ് മാർജിൻ ലെഫ്റ്റ് മാർജിൻ ഒക്കെ നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദെൻ സെൻറ്ററിൽ എന്ത് വരണം, ഡെഫിനിഷൻ ലിസ്റ്റിൻ്റെ പേര് വരണം. ദെൻ എന്താണ്, അതിന് താഴെ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ സൈബർ സെക്യൂരിറ്റിയിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തു. ദെൻ എന്ത് ചെയ്തു, ഇവിടെ നോക്കിക്കേ, DL എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ലിസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ DT ആ ടേം എന്താ, സ്പാമിന് ശേഷം എന്താ, DD എന്ന് പറയുന്നത് സ്പാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തത്, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം DD ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത എന്താണ് ടേം എന്ത്, ഫിഷിങ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ടേം കൊടുക്കാം, അതിന് ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. എത്ര വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ എന്ത് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്ത് HTML എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതാണ് ഡെഫിനിഷൻ ലിസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സിമ്പിളാണ്. നമ്മൾ HTML ഹെഡ് ബോഡിയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല. അതിനുശേഷം എന്ത് ചെയ്തു, DL ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക, ടാഗുകൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് നോട്ട് പാഡിൽ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ലിസ്റ്റിൻ്റെ ആണ്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നു ഡെഫിനിഷൻ ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഡെഫിനിഷൻ ലിസ്റ്റ് പറഞ്ഞ സമയം നമുക്കറിയാം ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അല്ലേ ഓരോന്നിനും. അപ്പോൾ അതാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫയലിൽ പോവാം.
അതിനുശേഷം ഞാൻ ഇതും ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഫയലിൽ ഞാൻ എന്ത് എഴുതു, സേവ് ചെയ്തു. സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ സേവ് ചെയ്യേണ്ടത് .html. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു, dd ഡോട്ട് എന്ത് കൊടുത്തു, HTML എന്ന് ഞാൻ കൊടുത്തു. ഞാൻ അതിനുശേഷം എന്ത് ചെയ്തു, സേവ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡെസ്ക്ടോപ്പിന് ഓൾറെഡി അവിടെ DD എന്ന് പേര് വന്നു അല്ലേ, നിങ്ങൾ കണ്ടോ, DD എന്ന് പേര് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തത്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു സിമ്പിൾ കാണിക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, കണ്ടോ DD എന്ന് കണ്ടു. അതെന്ത് ചെയ്യാം, നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. കണ്ടോ ഡെഫിനിഷൻ ലിസ്റ്റ് വന്നാണ്ടോ. ആദ്യം നമ്മൾ ആ ഒരു പേര് കൊടുത്തു, അതിനുശേഷം സ്പാം അല്ലേ, അതാണ് ടേം. ആ സ്പാം എന്താണെന്നുള്ളത് അവിടെ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. ഫിഷിംഗ് കൊടുത്തു, ഫിഷിംഗ് എന്താണെന്ന് അവിടെ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ കൊടുക്കുന്ന ആ ടേമും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാണിക്കും. അതാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ടേം കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസ്റ്റുകൾ പറഞ്ഞു, 3 ലിസ്റ്റുകൾ പറഞ്ഞു, ഓർഡർ ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ദെൻ ഡെഫിനിഷൻ ലിസ്റ്റ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നെസ്റ്റഡ് ലിസ്റ്റാണ്. അപ്പോൾ നെസ്റ്റഡ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾ പല ടൈമിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, പല തവണ നിങ്ങൾ കേട്ടൊരു വേർഡാണ് നെസ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലിസ്റ്റിനുള്ളിൽ മറ്റൊരു ലിസ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓർഡേർഡിനുള്ളിൽ അൺഓർഡർ വരാം, അല്ലെങ്കിൽ ഡെഫിനിഷനുള്ളിൽ അങ്ങനെയൊക്കെ വരുന്നത്. കാരണം ഒരു ലിസ്റ്റിനുള്ളിൽ തന്നെ മറ്റൊരു ലിസ്റ്റ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ക്യാൻ ബി ഗിവൺ അണ്ടർ ഈച്ച് ഐറ്റം ഓഫ് അനദർ ലിസ്റ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് എ നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ്. എന്ന് വെച്ചാൽ വേറൊരു ലിസ്റ്റിനുള്ളിൽ മറ്റൊരു ലിസ്റ്റ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നെസ്റ്റഡ് ഇഫ് പഠിച്ചിട്ടുണ്ട്, ഇഫിനുള്ളിൽ മറ്റൊരു ഇഫ് വരാം, നെസ്റ്റഡ് വൈൽ ലൂപ്പ് പഠിച്ചിട്ടുണ്ട്, നെസ്റ്റഡ് ഫോറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ പഠിച്ച ലിസ്റ്റുകളുടെ ഉള്ളിൽ തന്നെ മറ്റു ഓരോരോ ലിസ്റ്റ്, ഇപ്പോൾ അൺഓർഡറിനുള്ളിൽ ഓർഡർ വരാം അല്ലേ, അങ്ങനെ ഡെഫിനിഷൻ വരാം, അങ്ങനെ ഒന്നിനുള്ളിൽ മറ്റൊന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ വി ക്യാൻ ഇൻസേർട്ട് അൺഓർഡർ ലിസ്റ്റ് ഇൻ ടു ദ അനദർ അൺഓർഡർ ലിസ്റ്റ്, ആൻഡ് അൺഓർഡർ ലിസ്റ്റ് ഇൻ ടു ആൻഡ് ഓർഡർ ലിസ്റ്റ്, ആൻഡ് ഓർഡർ ലിസ്റ്റ് ഇൻസൈഡ് ദ അൺഓർഡർ ലിസ്റ്റ്. നമ്മൾ ഒന്നിനുള്ളിൽ തന്നെ ഒന്നെങ്കിൽ ഓർഡറിനുള്ളിൽ മറ്റൊരു ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ അൺഓർഡർ ചെയ്യാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ലിസ്റ്റുകൾ ഇൻസേർട്ട് അല്ലെങ്കിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ലിസ്റ്റിനുള്ളിൽ മറ്റൊരു ലിസ്റ്റ് വരും. അപ്പോൾ അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നെസ്റ്റഡ് എന്ന് പറയുന്നത് എന്താ, ഒരു ലിസ്റ്റിനുള്ളിൽ മറ്റൊന്ന്. ഓക്കെ ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കുക, അതിൻ്റെ ഒരു പ്രോഗ്രാമിന് എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. HTML ഹെഡ് ടൈറ്റിൽ എന്ത് കൊടുത്തു, നെസ്റ്റഡ് ലിസ്റ്റഡ് എന്ന് കൊടുത്തു, ഹെഡ് ക്ലോസ് ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ കൊടുത്തു. ഇതിന് എന്താണ്, അലൈൻ, നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പേര് കൊടുത്തു. അതിനുശേഷം എന്താണ്, അതിന് വേണ്ട ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇതിന് എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ഓർഡർ ലിസ്റ്റ് കൊടുത്തു, ഇൻപുട്ട് ഡിവൈസ് UL എന്താ ഇൻപുട്ട് ഡിവൈസ് എന്ന് കൊടുത്തു, ഐറ്റംസ് കൊടുത്തു. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു അൺഓർഡർ ലിസ്റ്റ് കൊടുത്തു. ആദ്യം നമ്മൾ ഓർഡർ ലിസ്റ്റ് കൊടുത്തു, അതിനുള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു, അൺഓർഡർ കൊടുത്തു. ദെൻ കീബോർഡ് മൗസ്, ദെൻ അൺഓർഡർ ക്ലോസ് ചെയ്തു. വീണ്ടും LI എന്ന് കൊടുത്തു, ഔട്ട്പുട്ട് ഡിവൈസ് കൊടുത്തു. അതിനുള്ളിൽ ടൈപ്പ് സ്ക്വയർ എന്ന് കൊടുത്തു അൺഓർഡർ ലിസ്റ്റിൽ. ദെൻ അതിന് ശേഷം ഇത് കൊടുത്തു, ദെൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇന്ന് മെമ്മറി ഡിവൈസ് കൊടുത്തു, ടൈപ്പ് സർക്കിൾ എന്ന് കൊടുത്തു അല്ലെ, നമുക്ക് അറിയാം ടൈപ്പ്. അതിനുശേഷം ഇത് ഫ്ലാഷ് ഡ്രൈവ് എന്നിട്ട് ക്ലോസ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, UL അൺഓർഡർ ലിസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ അല്ല ഇവിടെ നിന്ന് കൊടുത്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. ദെൻ ഓർഡർ ലിസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ക്ലോസ് ചെയ്തു. ദെൻ ബോഡി ക്ലോസ് ചെയ്തു, HTML എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. കാരണം ഇതിൻ്റെ അകത്ത് ഓർഡേർഡും ഉണ്ട്, അൺഓർഡർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഓർഡറിലാണ് കൊടുത്തത്, അതിനാണ് ഇൻപുട്ട് ഡിവൈസ് കൊടുത്തത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു, അൺഓർഡർ കൊടുത്തു. അതിനുള്ളിൽ അടുത്തതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് മാറ്റി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നെസ്റ്റഡ് ലിസ്റ്റിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഓർഡേർഡ് ഉണ്ട്, അൺഓർഡേർഡ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, മറന്നു പോകരുത്. എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ സേവ് ആസ് കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പിൽ, ഞാൻ എപ്പോഴും ഡെസ്ക്ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡെസ്ക്ടോപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നെസ്റ്റഡ് ആണ്. അപ്പോൾ NL എന്ന് ഞാൻ കൊടുത്തു, .html എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിലായിരിക്കണം സേവ് ചെയ്യേണ്ടത്, മാറിപ്പോകരുത് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഡെസ്ക്ടോപ്പിലാണ് ഇത് കൊടുക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ എന്ത് കൊടുത്തു, സേവ് എന്ന് കൊടുത്തു. അപ്പോൾ ഓൾറെഡി അവിടെ എന്ത് വന്നു, പേര് വന്നു, NL എന്ന് പേര് വന്നു. നെസ്റ്റഡ് ലിസ്റ്റിനെ ഷോർട്ടാക്കി കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യേണ്ട ഇവിടെ കണ്ടോ, ഡെസ്ക്ടോപ്പിൽ കണ്ടോ ഈ ഒരു ഐക്കൺ, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നു, ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നു. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഓർഡർ ലിസ്റ്റ് ആണ്, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി കൊടുത്തു. അപ്പോൾ 1 2 3 എന്ന് പേര് വന്നു. അതിനുള്ളിൽ ഫസ്റ്റിൽ അൺഓർഡർ ലിസ്റ്റ് ആണ്, കീബോർഡ് മൗസ് സ്കാനർ എന്നുള്ളത് അല്ലേ. അപ്പോൾ അവിടെ പ്രത്യേകം കൊടുക്കാത്തതുകൊണ്ട് ബുള്ളറ്റും വന്നു. അതിനുശേഷം ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ എന്ത് കൊടുത്തു, അൺഓർഡറിൽ സ്ക്വയർ കൊടുത്തുകൊണ്ട് എന്ത് വന്നു, അവിടെ സ്ക്വയർ വന്നു. അതിനുശേഷം മെമ്മറി ഡിവൈസ് നമ്മൾ സർക്കിൾ കൊടുത്തുകൊണ്ട് സർക്കിൾ ഷേപ്പ് വന്നു.
അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നെസ്റ്റഡ് ലിസ്റ്റ്. കാരണം ഇതിനകത്ത് അൺഓർഡറും ഓർഡറും ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ലിസ്റ്റിനുള്ളിൽ മറ്റൊരു ലിസ്റ്റ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. ജസ്റ്റ് എല്ലാത്തിനെയും കോഡ് സിമ്പിളാണ്. അൺഓർഡർഡ് എന്ന് പറയുമ്പോൾ UL ആണ് ക്രിയേറ്റ് ചെയ്യാൻ. ഓർഡർഡ് എന്ന് പറയുമ്പോൾ എന്താ? OL ആണ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? DL ആണ്. DD അല്ലേ? DT DD ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ എല്ലാവർക്കും ഇത്? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തെടുക്കാൻ വേണ്ടി പോകുന്ന ലിങ്ക്സ് ഇൻ HTML ആണ്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ ഓൾറെഡി ഓർഡർ ലിസ്റ്റും അൺഓർഡർ ലിസ്റ്റൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു. ഡെഫിനിഷൻ ലിസ്റ്റൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലിങ്ക്സ് ആണ്. അപ്പോൾ ലിങ്ക് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എ ഹൈപ്പർ ലിങ്ക് ഓർ സിംപ്ലി ലിങ്ക് ഈസ് എ ടെക്സ്റ്റ് ഓർ ആൻ ഇമേജ് ഇൻ എ വെബ് പേജ് ദാറ്റ് വി ക്യാൻ ക്ലിക്ക് ഓൺ ആൻഡ് മൂവ് ടു അനദർ ഡോക്യുമെൻറ്റ് ഓർ അനദർ സെക്ഷൻ ഓഫ് ദ സെയിം ഡോക്യുമെൻറ്റ് അല്ലേ? അപ്പോൾ ഈ ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങളെല്ലാവരും ഗൂഗിൾ ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ NCERTയുടെയോ അല്ലെങ്കിൽ നമ്മൾ SCR HSS ലൈവോ എന്തെങ്കിലുമൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്ത് ചെയ്യും? ഒരു ബ്ലൂ കളറിലോ അല്ലെങ്കിൽ അണ്ടർലൈൻ കൊടുത്ത് ടെക്സ്റ്റ് ഉണ്ടാവും ഇല്ല, എന്തെങ്കിലും എഴുതിയിട്ടുള്ളതിൻ്റെ മേലെ എന്തെങ്കിലും ബ്ലൂ കളർ ആയിരിക്കും, അതിന് താഴെ അണ്ടർലൈൻ ഒക്കെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു പേജിലോട്ടേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും ഇല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിങ്ക് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് മാത്രമല്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പിക്ചർ ആവും. അപ്പോൾ നമ്മൾ ചില ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ ചില പിക്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എവിടേക്ക് മൂവ് ചെയ്യും? വേറൊരു പേജിലോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ HTML നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ HTML ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ആണെന്ത്? A എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ A എന്ന് പറയുന്ന ടാഗിനെ വിളിക്കുന്ന പേരാണെന്ത്? ആങ്കർ ടാഗ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. മറന്നു പോകരുത്. ആങ്കർ എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ്? എൻഡിങ് ഉണ്ടാവും. ഇതൊരു കണ്ടെയ്നർ ടാഗാണ്. കാരണം അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ആങ്കർ ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ട് ആണ് എന്ത്? HREF എന്ന് പറയുന്നത്. ഈ ഒരു ആട്രിബ്യൂട്ടിനകത്ത് നമ്മൾ എന്താണ്? ഒരു അഡ്രസ്സാണ് കൊടുക്കുക. URL അഡ്രസ്സാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പേജിലോട്ടേക്കാണോ പോകുന്നത് ആ പേജിന് കറസ്പോണ്ടിങ് അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സാണ് നമ്മൾ എന്തെന്ന് കൊടുക്കുന്നത്? റെഫറൻസ് HRFയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾ SCRTൻ്റെ പേജ് വന്നാൽ അതിൻ്റെ മേലെ HTTPS അല്ലേ? URL എന്ന് പറയുമ്പോൾ എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അത് ഏത് സെക്ഷനാണ്? നമ്മൾ വിൻഡോയിൽ ഇപ്പോൾ നമ്മൾ HTTPS അല്ലേ മേലെ കാണിക്കില്ലേ? അവിടെ നമ്മൾ ഉണ്ടാവും ആ ഒരു പേജിന് അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും സെക്ഷൻ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക്സ് പറഞ്ഞു. അപ്പോൾ ഈ ലിങ്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സെക്ഷനാണ് പറയാൻ പോകുന്നത്. ഈ ലിങ്ക്സ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ലിങ്കിങ് ആണ്. ഇന്റേണൽ ലിങ്കിങ് ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എത്ര ടൈപ്സ് ലിങ്ക് ഉണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ലിങ്കിങ് 2 ടൈപ്പാണ്, ഇന്റേണൽ ലിങ്കിങ്ങും എക്സ്റ്റേണൽ ലിങ്കിങ്ങും. അപ്പോൾ ഈ ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഈ പേജിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? കുറേ ടെക്സ്റ്റോ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു പേജ് നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേജിന് തന്നെ വേറൊരു സെക്ഷനിലോട്ടേക്കാണ് പോകുന്നുണ്ടെങ്കിൽ, താഴോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു സൈഡിൽ തന്നെ പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? ഇപ്പോൾ നമ്മളൊരു പേജിൽ ക്ലിക്ക് ചെയ്യുമ്പം ആ സെയിം ഡോക്യുമെൻറ്റിൽ തന്നെ ഉള്ള വേറെ ഏതെങ്കിലും സെക്ഷനിലാണ് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം വേറൊരു വെബ് പേജിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി? ഇന്റേണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സെക്ഷനിലായിരിക്കും. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ പുറമേലോട്ടേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എ ലിങ്ക് ടു എ പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദ സെയിം ഡോക്യുമെന്റ് ഈസ് നോൺ ആസ് എന്താണ്? ഇന്റേണൽ ലിങ്കിങ്. കാരണം ആ സെയിം ഡോക്യുമെന്റ് തന്നെയാണ് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ ലിങ്കിങ്. ദ ആട്രിബ്യൂട്ട് നെയിം ഓഫ് എന്താണ്? എ ടാഗ് ഈസ് യൂസ് ടു സ്പെസിഫൈ നെയിം ഓഫ് ദ സെക്ഷൻ. നമ്മൾ നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഇന്റേണൽ ലിങ്കിങ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നെയിം കൊടുക്കും. എന്ന് വെച്ചാൽ നെയിം ഈസ് ഈക്വൽ ടു എന്താണ്? ഏത് സെക്ഷനിലോട്ടേക്കാണ് പോകേണ്ടത് അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യും? ആ പേജ് അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യും? പോവും. ഓക്കെ ആണല്ലോ? ദെൻ എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ലിങ്ക് ഫ്രം എന്താണ്? ലിങ്ക് ഫ്രം വൺ പേജ് ടു അനദർ വെബ് പേജ് ഈസ് നോൺ ആസ് എന്താണ്? എക്സ്റ്റേണൽ ലിങ്കിങ്. നമ്മൾ ഒരു പേജ്, കാരണം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു വെബ് പേജിലോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് URL, കാരണം ഞാൻ പറഞ്ഞു ആ ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ ഈ HRFയുടെ വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, URL എന്ന് പറയുമ്പോൾ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. ഇത് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ മീൻസ് വെബ് അഡ്രസ്സാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്.
എ എന്ന് പറയുന്നത് നമ്മൾ ആങ്കർ ടാഗ് ആണ്. HRF എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ആട്രിബ്യൂട്ട് ആണ്. ഇതിന് ഈക്വൽ ടു മെയിൽ ടു നമ്മൾ എന്ത് കൊടുത്തു, നമ്മൾ scrt@gmail.com എന്ന് പറയുന്നതിന്റെ അഡ്രസ്സ് ഞാൻ എന്ത് ചെയ്തു, URL പോയിട്ട് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ അപ്ലൈ ചെയ്തു. ഇതിന് അത് എന്ത് ചെയ്യും, നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ പേജിൽ ഇതിങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് എങ്ങോട്ട് പോകും, ഈ ഒരു പേജിന്റെ അകത്തേക്ക് പോകും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്റ്റേണൽ ലിങ്കിങ് കൊടുക്കേണ്ടത്. അപ്പോൾ മറന്നു പോവരുത്, ലിങ്കിങ് 2 ടൈപ്പ് ഉണ്ട്, ഇന്റേണൽ ലിങ്കിങ്ങും എക്സ്റ്റേണൽ ലിങ്കിങ്ങും. ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത് എന്താ, ആ ഒരു പേജിന്റെ അതേ ഒരു സെക്ഷൻ വേറെ ഏതെങ്കിലും സെക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യുന്നതാണ് എന്ത്, ഇന്റേണൽ ലിങ്കിങ്. എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത് എന്താ, വേറൊരു വെബ് പേജിലോട്ടേക്ക് മൂവ് ചെയ്യുന്നതാണ് എന്ത്, എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്കിങ് ഒക്കെ പറഞ്ഞു, ഹൈപ്പർ ലിങ്കും ലിങ്കിങ്ങും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ക്രിയേറ്റ് ഹൈപ്പർ ലിങ്ക് ഇൻ എ വെബ് പേജ്. ഒരു വെബ് പേജ് നമ്മൾ എങ്ങനെ ഒരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, HTML കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, എന്ത് കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് ഹെഡ്, ടൈറ്റിൽ, ദെൻ എന്താണ് ആങ്കർ ടാഗ് അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തത്. ദെൻ എന്ത് ചെയ്തു, ആങ്കർ ടാഗ് എന്ന് കൊടുത്തു, ഹെഡ്, ദെൻ ബോഡി എന്താണ് BG കളർ കൊടുത്തു. ജസ്റ്റ് സെൻറ്റർ പോർഷനിൽ നമ്മൾ എന്താണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഹെഡിങ് നമ്മൾ വരണം. ദെൻ അതിനുശേഷം ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തു. ദെൻ എന്ത് കൊടുത്തു, ബ്രേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് കൈൻഡ്ലി ക്ലിക്ക് ഓൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ അഡ്രസ്സ്, ഇതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്തു, കോപ്പി പേസ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുന്ന സമയത്ത് ഈ അഡ്രസ്സ് അല്ല കാണിക്കുക, അതിൻ്റെ മേലെ എന്താ കാണിക്കുക, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിരിക്കും കാണിക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എവിടേക്ക് പോകും, ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു അഡ്രസ്സിൻ്റെ വെബ്സൈറ്റ് ഏതാണോ അവിടേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ ഓക്കെ ആണല്ലോ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് HTML ഹെഡ് ടൈറ്റിൽ നമ്മൾ കൊടുത്തു, ദെൻ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ബോഡിയിലാണ് നമ്മൾ കാര്യങ്ങൾ എഴുതേണ്ടത്. H2 അലൈൻ എന്ന് പറഞ്ഞിട്ട് സെൻറ്ററിൽ നമ്മൾ കാണുന്ന സ്ക്രീനിൽ എന്ത് വേണം, സെൻറ്ററിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ ഹെഡിങ് കാണിക്കും. അതിനുശേഷം പാരഗ്രാഫ് കൊടുത്തു. ദെൻ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്ത്, ലിങ്ക് ക്രിയേറ്റ് ചെയ്ത്. എ എന്ന് പറയുന്നത് ആങ്കർ ടാഗ് ആണ്, റെഫറൻസ് നമ്മൾ അഡ്രസ്സ് കൊടുക്കണം. നമുക്ക് ഏത് സൈറ്റാണോ വേണ്ട ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ദെൻ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കാണിക്കില്ല, ഈ അഡ്രസ്സ് അല്ല കാണിക്കുക, എന്താ കാണിക്കുക, അതിന് പകരം ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിരിക്കും കാണിക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ഒരു പേജിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, പോവും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും, ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ ഹെഡിങ് കാണിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പാരഗ്രാഫ്, ദെൻ കൈൻഡ്ലി ക്ലിക്ക് ഓൺ ദ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അതായത് അഡ്രസ്സാണല്ലോ കൊടുത്തത്. അഡ്രസ്സിന് കൂടെ നമ്മൾ എന്തും കൂടെ കൊടുത്തു, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും കൊടുത്തു. അപ്പോൾ ആ അഡ്രസ്സ് ഇവിടെ കാണിക്കില്ല, അതിന് പകരം ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എവിടേക്ക് പോകും, നമ്മുടെ ആ ഒരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സൈറ്റിലോട്ടേക്ക് എന്ത് ചെയ്യും, പോകും. അതിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കുറച്ചും കൂടെ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഹൈപ്പർ ലിങ്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, HTML ഹെഡ് ടൈറ്റിൽ നമ്മൾ എന്ത് ആങ്കർ ടാഗ് ആണ് ഹെഡ്, ദെൻ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു കളർ കൊടുത്തു. ദെൻ എന്താണ് സെൻറ്ററിൽ നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു ജസ്റ്റ്. പിന്നെ എന്താണ് ഒരു പാരഗ്രാഫ് നമ്മൾ ചുമ്മാ കൊടുക്കുകയാണ്, ബ്രേക്ക് കൊടുത്തിട്ട് ക്ലിക്ക്. അപ്പം നമ്മൾ എന്താണ് ഇവിടെ എന്ത് അഡ്രസ്സാണ് കൊടുത്തത്, www.dhskerala.government. ഈ ഒരു അഡ്രസ്സ് നമ്മളിവിടെ കൊടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എവിടെ പോകും, അതിൻ്റെ സൈറ്റിലോട്ടേക്ക് പോകും. അപ്പോൾ ഇതെങ്ങനെ റൺ ചെയ്ത് നമുക്ക് നോക്കാം, റൺ ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നോർമലി ഞാൻ എന്ത് ചെയ്യുക, സേവ് ആസ് പോയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, സേവ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ എന്ത് ചെയ്യും, ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്, കാരണം പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നത്. പേര് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, .html എന്നാണ് പേര് കൊടുക്കേണ്ടത്, മറന്നു പോയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, an.html ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. an.html ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. ഇതിന് എന്ത് ചെയ്തു, സേവ് കൊടുത്തു. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്തു, സേവ് ആയി. ഇപ്പോൾ ഇതിൻ്റെ പേര് എന്ത് വന്നു, an എന്ന് വന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഡെസ്ക്ടോപ്പിൽ അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ an എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു, now this will create hyperlink website to higher secondary department. ക്ലിക്ക് ഓൺ. അപ്പോൾ ഈ ലിങ്ക് ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ പേരാണ് നമ്മൾ ഓൾറെഡി ആ ഒരു അഡ്രസ്സാണ് കൊടുത്തത്. അപ്പോൾ അഡ്രസ്സിന് മുന്നിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഞാൻ പേര് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എങ്ങോട്ടേക്ക് പോകും, ആ ഒരു ഹയർ സെക്കൻഡറിയുടെ ആ ഒരു പോർട്ടലോട്ടേക്ക് എന്ത് ചെയ്യും, പോകും. അപ്പോൾ ഇതാണ് ഈ അഡ്രസ്സ്. ഈ അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഡ്രസ്സ് എല്ലാം അവിടെ കാണിക്കുക. അതിന് മേലായിട്ട് നമുക്ക് എന്ത് കാണിക്കും, ആ ഒരു പേര് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പേര് കൊടുക്കാം. ആ പേര് കൊടുക്കാതെ ഓപ്ഷൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സൈറ്റിലോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നതും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും?
ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വീഡിയോസും മ്യൂസിക്കൊക്കെ നമ്മുടെ വെബ് പേജിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനാണ് പഠിക്കുന്നത്. ഇൻസേർട്ടിങ് മ്യൂസിക് വീഡിയോ ഇൻ എ വെബ് പേജ് അല്ലേ. അപ്പോൾ നമ്മൾ HTML ടാഗ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടു ആഡ് മ്യൂസിക് ഓർ വീഡിയോ ടു ദ വെബ് പേജ്, എംബഡ് എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു വെബ് പേജിൻ്റെ അകത്തേക്ക് മ്യൂസിക്കും വീഡിയോസൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്? എംബഡ് എന്ന് പറയുന്ന ടാഗാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ വേറൊരു ടാഗ് ഉണ്ട്, നോ എംബഡ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ബ്രൗസേഴ്സിൽ എന്ത് സപ്പോർട്ട് ചെയ്യില്ല, എംബഡ് എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യില്ല. ആ സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നോ എംബഡ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഈ എംബഡ് ടാഗ് എന്തിനാണ്, അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക്സും വീഡിയോസും ആഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്ന ടാഗ് ഏതാണെന്ന് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, 1 മാർക്കിന് ചോദിക്കുകയാണ്. അപ്പം എംബഡ് എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുന്നത്. കാരണം നോ എംബഡ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, നമുക്ക് എന്ത് ചെയ്യാം, കാരണം ചില എംബഡ് എന്ന് പറഞ്ഞ ടാഗ് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില ബ്രൗസേഴ്സിന് സപ്പോർട്ട് ചെയ്യില്ല. ആ സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും, നോ എംബഡ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യും. ഇതിൻ്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് SRC ആണ്. എന്തെന്ന് പറയുന്നത്, എംബഡ് ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വിച്ച് സ്പെസിഫൈ ദ URL ഓഫ് ദ മ്യൂസിക് ഓർ വീഡിയോ ഫയൽസ് ടു ബി ഇൻക്ലൂഡ്. കാരണം ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ SRC സോഴ്സ് ആണ്. ഈ വീഡിയോൻ്റെയും മ്യൂസിക്സിന് എന്താണ്, ആ ഒരു അഡ്രസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, SRC കൊണ്ട് നമ്മൾ സോഴ്സ് ഫയൽ അല്ലെങ്കിൽ ആ ഒരു ഫയലിന്റെ സോഴ്സ് കോഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്രസ് ആണ് എന്ത് ചെയ്യുന്നത്, അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് എന്തുണ്ട്, ഹൈറ്റ് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, അലൈൻ, ഇതൊക്കെ എന്താണ് ഈ എംബഡിന്റെ എന്താണ് ആട്രിബ്യൂട്ട്. നമുക്ക് എത്ര വലുതായിട്ട് വേണോ, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ നല്ല എത്ര സ്പേസ് വേണം, അത് കാണിക്കുന്നതാണ് എന്ത്, ഹൈറ്റ്, വിഡ്ത്ത്, അലൈനൊക്കെ. അതേപോലെ വേറൊരു ടാഗാണ് എന്ത്, BG സൗണ്ട്. ഇതാണ് വിച്ച് മ്യൂസിക് ക്യാൻ ബി പ്ലേഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വൈൽ ദ പേജ് ഈസ് വ്യൂഡ്. കാരണം ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ആ വെബ് പേജ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് വരണം, മ്യൂസിക് കേൾക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, BG സൗണ്ട്. പറഞ്ഞാൽ മനസ്സിലായി, നമ്മൾ ഓൾറെഡി വെബ് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് കേൾക്കണം, മ്യൂസിക് കേൾക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, BG സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എംബഡ് ദെൻ BG സൗണ്ട്, അത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്ക്.